ഈ വരുന്ന 25, 26, 27 3 ദിവസങ്ങളിലായിട്ടാണ് കലവറയുടെ 6ാം വാർഷികം. കാമ്പ് എന്ന പേരിലാണ് നമ്മൾ വാർഷികത്തിൻ്റെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. കാമ്പ് എന്നാണ്. കാമ്പ് എന്ന പേരിൽ വാർഷികം ആഘോഷിക്കുകയാണ്. അത് 25-ാം തീയതി 5 മണിക്ക് തരൂർ MLA സുമോദാണ് വരുന്നത്. സുമോദാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ അധ്യക്ഷത വഹിക്കും. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയ, ആ വാർഡിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയ വരുന്നുണ്ട്. അതിനുശേഷം കവി പി രാമൻ്റെ ഒരു പ്രഭാഷണം, കവിതയും പാട്ടും ഒക്കെയായിട്ട് ബന്ധപ്പെടുത്തി ഒരു പ്രഭാഷണമുണ്ട്. അന്ന് തന്നെ ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പേര് ശാന്തിപ്രിയ എന്ന ബാബുൾ ഗായികയുടെ, അവർ വയനാട്ടിലാണ് അവർ സ്ഥിരം, പക്ഷെ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ വന്ന് അവരുടെ ഒരു ബാബുൾ സംഗീതം വൈകിട്ട് ഉണ്ട്. അതിനുശേഷം തൃശ്ശൂർ നാടക സൗഹൃദം ഒരു 35-40 കൊല്ലത്തോളമായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നാടകം, അമേച്ചർ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ്. അവരുടെ 2 നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നനഞ്ഞ സായാഹ്നം, അതുപോലെ പടച്ചോൻ്റെ ചോറ്. ഈ 2 നാടകങ്ങൾ ഉറൂബിൻ്റെ കഥയാടിസ്ഥാനമാക്കിയുള്ള 2 നാടകങ്ങളാണ്. ആ 2 നാടകങ്ങളും അന്ന് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജൈവ ഉൽപ്പന്നങ്ങളുടെ ഭക്ഷണം ഒക്കെയായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വിപണന മേളയും നടക്കുന്നുണ്ട്. അതൊരു ഫുഡ് ഫെസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ല, ഇതൊരു സർഗാത്മക വിദ്യാലയം എന്ന പേരിലാണ് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് കുട്ടികൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആളുകളുടെ ക്രിയേറ്റിവിറ്റി ഉണർത്താവുന്ന തരത്തിൽ അവർക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യാനും ഉള്ളൊരു സ്പേസ് എന്നുള്ള രീതിയിലാണ് കലവറ വിഭാവനം ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷങ്ങളിലായിട്ടൊരു 300-ലധികം കുട്ടികൾ അവിടെ നിന്ന് നീന്തൽ പരിശീലനം നേടിക്കഴിഞ്ഞു. പിന്നെ പലതരം ക്യാമ്പുകൾ ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാടക ക്യാമ്പ്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സിനിമാ പ്രദർശനങ്ങൾ, മാസത്തിൽ ഒരു സിനിമ, സാധാരണ തിയേറ്ററുകളിൽ കാണാത്ത തരത്തിലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളുടെ അവതരണങ്ങൾ എല്ലാ മാസവും നടക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വിഷാംശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ നല്ല ഭക്ഷണം, അതിൽ നമ്മൾ പറയുന്ന മസാലകളും എണ്ണ അടക്കം ഒഴിവാക്കിക്കൊണ്ട്. എണ്ണയൊക്കെ നമുക്കറിയാം, എണ്ണ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ എണ്ണ ചേർക്കാണ്ട് നമുക്ക് രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല. എന്നാൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണം, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടാക്കുകയും ആവശ്യക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു 2.5 ഏക്കറോളം സ്ഥലത്ത് ജൈവ കൃഷി നടക്കുന്നുണ്ട്. ഒരു 30ഓളം സെൻറ്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷി, പിന്നെ നെൽകൃഷിയും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ അവിടെ വരുന്ന ആളുകൾക്ക്, ആവശ്യക്കാരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിതരണം ചെയ്യുകയാണ് പതിവ്. മറ്റൊരു കടകളിൽ വഴി നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല. അവിടെ നേരിട്ട് വരുന്നവർക്കാണ് ഇതൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഒരു സമഗ്രതയിൽ വെച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ അടക്കം നേടിയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഫോറസ്റ്റിലെ ഏറ്റവും മികച്ച തെളിച്ചം അവാർഡും അന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ദിവസത്തെ പരിപാടി. രവി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഇവർ 2 പേരുമാണ് സെമിനാറിൽ വിഷയം കൺവീനർ. SP രാമകൃഷ്ണൻ വിഷയം അവതരിപ്പിക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രഹ്ലാദമാഷും സംഘവും, അവർ മറ്റ് 2 പേരും കൂടി വന്ന് വൈകുന്നേരം ഈ സംഗീത പരിപാടിയുടെ നാടകമാണ്. ആ നാടകമാണ് 3ാമത്തെ ദിവസത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പരിപാടി.
ഇങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളും ഒക്കെ ആയിട്ടാണ് കലവറ വാർഷികം ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടൊരു 10ഓളം സ്ഥലങ്ങളിൽ ചെന്ന് ഇതിൻ്റെ പ്രചരണാർത്ഥം ഒരു മാഷ് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ. ഇത് ഒരു വളരെ പ്രാദേശികമായിട്ട് ഒരു സാംസ്കാരിക കാർഷിക എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള സാംസ്കാരിക മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കലവറയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ വാർഷികമാണ് ഒരു കലവറയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. വാർഷികത്തിൽ വളരെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ കൂടെ തന്നെ വളരെ ദൂരത്തു നിന്നുള്ള ആളുകളും പലതരത്തിൽ പല മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാദേശിക സാംസ്കാരിക ഉത്സവം എന്ന രീതിയിലാണ് കലവറ വിഭാവനം ചെയ്യുന്നത്. എങ്കിലും അതൊരു പ്രാദേശികത എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് കുറച്ച് ഈവൻ കേരളത്തിന് പുറത്തുനിന്ന് വരെ ആളുകൾ അതിൽ വരാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. കുറച്ച് പേര് അവിടെ വന്ന് താമസിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പോൾ 1-2 പേര് ആർട്ടിസ്റ്റുകളും അതുപോലെ പല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കലവറയിൽ വന്ന് താമസിച്ച് ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പരമാവധി ആളുകൾ പങ്കെടുക്കുക, അത് അതിൻ്റെ ഒരു വലിയ വിജയത്തിന് വേണ്ടി എല്ലാവരെയും സ്നേഹത്തോടെ കലവറയിലേക്ക് 25, 26, 27 തീയതികളിൽ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അതിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ തന്നെ ഒരു 30ഓളം കുട്ടികൾ തുടക്കം മുതൽ ഈ ദിവസം വരെ ഒരിക്കലും മുടങ്ങാതെ വളരെ നമ്മളത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധയോടെ അവർ ചെയ്യുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വഴിയായിട്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ടോട്ടൽ ഫെസ്റ്റിവലിൻ്റെ ഒരു എന്താ പറയുക ഒരു ഔട്ട്കമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഈ ഫെസ്റ്റിവലോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു നാടകം രൂപപ്പെടുന്നത്. എന്തായാലും എല്ലാവരെയും